ഇന്നത്തെ ദിവസത്തിന് രണ്ട് പ്രത്യേകത ഉണ്ട് കേട്ടോ. ആദ്യത്തെ കാര്യം ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്, അതവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ കാര്യം ഇന്ന് ഞാൻ പോകുന്ന സ്കൂളിൽ എൻ്റെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. അപ്പോൾ എനിക്കിന്ന് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. ചിലരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ട് ടീച്ചിങ് ജോബ് എന്ന് പറയുന്നതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള പരിപാടി. അറിയുന്ന കാര്യങ്ങൾ ചുമ്മാ ക്ലാസ്സിൽ നിന്ന് പറഞ്ഞാൽ മതിയല്ലോ, പിന്നെ നല്ല ശമ്പളവും കിട്ടുന്നത്. ഇതൊന്നും വളരെ സ്നേഹത്തോടെ പറയുന്നതല്ല കേട്ടോ, വളരെയധികം പുച്ഛിച്ചിട്ട് പറയുന്നതാണ്. അങ്ങനത്തെ ആളിലോട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. ടീച്ചിങ് എന്ന് പറഞ്ഞാൽ പുറമേ കാണുന്ന പോലെ ക്ലാസ്സിൽ പോയിട്ട് കുറച്ചറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് കൈന്നേരം ശമ്പളം വാങ്ങി വെറുതെ ഇരിക്കുന്ന പരിപാടിയല്ല കേട്ടോ. 45-50 കുട്ടികളുള്ള ഫുൾ എനർജറ്റിക് ആയിട്ടുള്ളൊരു ക്ലാസ്സിൽ ഒച്ച കൊണ്ട് മാത്രം അവരൊക്കെ കൺട്രോൾ ചെയ്ത് നിർത്തുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. 2-3 അവരൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്ന ടീച്ചേഴ്സിനോട് സംസാരിച്ച് കഴിഞ്ഞാൽ അവരുടെ തൊണ്ടിൽ നിന്ന് കാറ്റ് മാത്രമേ വരുള്ളൂ കേട്ടോ. അത്രയും സ്ട്രെയിനാണ്. അത് മാത്രമല്ല ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇവർ മാർക്സ് നെറ്റിൽ അപ്ലോഡ് ചെയ്യുക, പിന്നെ അവരുടെ ഉയർച്ചയും താഴ്ചയും ഒക്കെ മര്യാദയ്ക്ക് വാല്യുവേറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ മെൻ്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും എല്ലാ രീതിയിലും അവർ ഓക്കെ ആണെന്ന് എൻഷുർ ചെയ്യുക. അവരുടെ മാറ്റങ്ങളൊക്കെ ഏറ്റവും പെട്ടെന്ന് സെൻസ് ചെയ്യാൻ പറ്റുന്ന ടീച്ചേഴ്സിനാണ് കേട്ടോ. പിന്നെ ഇവർ നല്ലതിലും ചീത്തയിലും സന്തോഷത്തിലും സങ്കടത്തിലും ഒക്കെ നല്ലൊരു ലിസണർ ആവുക. അവർക്ക് എളുപ്പം മനസ്സിലാവാൻ വേണ്ടിയിട്ട് നോട്ട്സ് മണിക്കൂറുകളോളം ഇരുന്ന് പ്രിപ്പയർ ചെയ്യുക. എന്നാലും ക്ലാസ്സിലേക്ക് വരുമ്പോൾ കേൾക്കുന്ന ചില കമൻസ് ആണ് കേട്ടോ, എന്തിനാ അത് പിന്നെ വന്നതിന് നിർത്തി പോയിക്കൂടെ, അങ്ങനത്തെ കാര്യങ്ങൾ. ഇതൊന്നും മനസ്സിലേക്ക് എടുക്കാതെ പിന്നെ അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ടീച്ചർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ടീച്ചർ ചെയ്യും കേട്ടോ. നമ്മൾ ആരും മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളായിട്ട് കുട്ടികൾക്ക് ഡൗട്ട്സ് ഉണ്ടാവുക. ഇതിനൊക്കെ അവർക്ക് തൃപ്തികരമായിട്ടുള്ള രീതിയിൽ ഉത്തരങ്ങൾ കണ്ടുപിടിച്ച് പറയാനുള്ളതും അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരുന്ന എഡ്യൂക്കേഷൻ സെക്ടേഴ്സിലുള്ള എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കുക, ടെക്നോളജീസ് യൂസ് ചെയ്യാൻ പഠിക്കുക. അങ്ങനെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞാൽ തീരാത്ത അത്രയും കേട്ടോ ടീച്ചേഴ്സിൻ്റെ ഡ്യൂട്ടീസ്. എല്ലാ ജോലിയിലും ഉള്ളതുപോലെ തന്നെ നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങൾ ടീച്ചിങ് ജോബിലുമുണ്ട്. പറഞ്ഞ് ഞാൻ കാട് കയറിപ്പോയില്ലേ, അത് നമ്മുടെ ലാസ്റ്റ് ദിവസമാണല്ലോ. അപ്പോൾ 4 മണിക്ക് ബെല്ലൊക്കെ അടിച്ചപ്പോൾ കുട്ടികൾ ഫുൾ അങ്ങോട്ടും കൂടെ ഓട്ടമായിരുന്നു വീട്ടിലേക്ക് പോകാനുള്ളത്. അപ്പോൾ ആ തിരക്കൊക്കെ ഒന്ന് കഴിഞ്ഞപ്പോൾ എല്ലാ ടീച്ചേഴ്സിനെയും കണ്ട് ബായൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓഫീസിൽ പോയിട്ട് നമുക്ക് ഫൈനൽ കുറച്ച് പ്രൊസീജിയേഴ്സും കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ ദിവസം മുതൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നതാണ് കേട്ടോ ഷവർമ കഴിക്കണമെന്ന്. ഇനി എന്തായാലും ഇത് മാറ്റി വയ്ക്കേണ്ടെന്ന് കരുതിയിട്ട് ഇന്ന് തന്നെ ഞങ്ങൾ അതിന് പുറപ്പെട്ടിട്ടുണ്ട്. എന്നാണെങ്കിൽ മൊത്തം ടയേർഡാണ് എല്ലാവരും, കാരണം ഫൈനൽ ഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരോടും ബായൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് ഞാൻ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ബർത്ത്ഡേ വീഡിയോ വഴി അപ്ലോഡ് ചെയ്യാം.